ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല മസാല വരേണ്ട കുറച്ച് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇത് ശരിക്കും ഗ്രേവിയൊന്നും അധികം ഇഷ്ടമില്ലാത്തവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ് കേട്ടോ. ഇതിലേക്കുള്ള മസാലകളൊക്കെ നമ്മൾ ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ടുള്ള മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പെപ്പർ എടുത്തിട്ടുണ്ട്, കുരുമുളക്. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം 1 ടേബിൾ സ്പൂൺ. അതിനേക്കാളും ഒരല്പം കൂടുതലായിട്ട് ചെറിയ ജീരകം വേണം, കാരണം ചെറിയ ജീരകത്തിൻ്റെ ഒരു ഫ്ലേവറാണ് ഈ ഒരു ഗ്രേവിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക, അതുപോലെ തന്നെ കുറച്ച് എരിവിന് അനുസരിച്ച് ഉണക്കമുളകും വേണം. ഞാനിവിടെ ഒരു 10-12 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ, കാരണം ഇതിൻ്റെ മസാല അത്യാവശ്യം സ്പൈസി ആയിരിക്കുള്ളൂ. ഇനി ഇതെല്ലാം ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം. അപ്പോൾ അതേ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ നമുക്ക് കുറച്ച് ഞാൻ ചെറിയ ഉള്ളി ഒരു കൈ പിടി നിറയായിട്ട് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഉള്ളി ഇതിലേക്ക് നല്ലതാണ് മസാല ചേർക്കുമ്പോൾ. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ അരച്ചതാണിത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ചിക്കനാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. നിങ്ങൾ അരക്കുമ്പോൾ അത് എല്ലാം കൂടെ ഒന്നിച്ച് അരച്ചെടുത്താൽ മതി കേട്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളി എല്ലാം കൂടെ കൂടിയിട്ട്. ഞാൻ പെട്ടെന്ന് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി അരച്ചെടുത്തു പോയി, അതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയൊക്കെ എപ്പോഴും നല്ലതാണല്ലോ, നമുക്ക് കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഉണ്ടാക്കുന്ന പാനിലേക്ക് ഞാൻ ഈ അരച്ച് വെച്ചതൊന്ന് എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ പച്ചമണ്ണൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് വഴറ്റിയതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള 3 സവാള ചെറുതായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരൊന്ന് നല്ലോണം ഒന്ന് വഴന്ന് വരണം, അപ്പോൾ ഈ മസാല നല്ല ടേസ്റ്റായി വരുള്ളൂ. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും അല്പം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ ഉണക്കമുളക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇനി ചേർക്കാനുണ്ട്. അത്യാവശ്യം 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർക്കുന്ന ഇറച്ചിയുടെ അനുസരിച്ച്, ചിക്കൻ അനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം വഴന്നതിന് ശേഷം ഒരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാല മൊത്തത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ഒരു ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 1.25 kg ഒരു ചിക്കനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു മസാല നമുക്ക് വേണമല്ലോ. അപ്പോൾ നമുക്ക് ചിക്കൻ അനുസരിച്ച് മസാല ഇട്ട് കൊടുത്താൽ മതി. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ചു വെച്ച് നമുക്കിതൊന്ന് 10 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ സമയത്ത് തീ അധികം കൂട്ടി വെക്കരുത്, ചെറിയ തീയിലിട്ട് തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കുമ്പോഴേക്കും പെട്ടെന്ന് വെന്ത് വരുമല്ലോ, ഒരുവിധം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് തുറന്ന് വെച്ച് തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ മസാല നല്ല ഡ്രൈ ആയി കിട്ടും. അടച്ചു വെച്ചാൽ പിന്നെ കുറച്ചും കൂടെ വെള്ളം വരുമല്ലോ. അപ്പോൾ ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഒരുവിധം ഒരു കുഴഞ്ഞ പരുവത്തിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ നല്ലോണം മസാല പിടിച്ചിട്ട് വരും. ഇതിലേക്ക് നമുക്ക് മല്ലിയില അതല്ലെങ്കിൽ കറിവേപ്പിലൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ശരിക്കും ഇത് പിറ്റേ ദിവസത്തിനൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല മസാല പിടിച്ചിട്ട് ചിക്കനിൽ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഒരുവിധം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഐറ്റം തന്നെയാണിത്. അപ്പോൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.